വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യയുടെ ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാന് ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജാക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, കോളേജിലല്ലേ, കോളേജ് കഴിയുമ്പോഴാണ്, 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പൊ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് നമ്മൾ വീഡിയോ ചെയ്യണ്ട. അപ്പൊ അധികം ഭയങ്കര വേറെ ഗെയിമിലോട്ടാ. ഹലോ ഗൈസ്, ഹലോ, നമ്മളിപ്പോ അല്ല, നീ ആര്? എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞു ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. എന്താ ചേട്ടാ, നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗൈസ്. എന്തായാലും പറയാനും പറ്റൂല അവനോടൊന്നും. ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മുടെ കോളേജിൽ പോയിരുന്ന ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗൈസ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ളൂ മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. നമ്മുടെ റിച്ചയില് അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. കുട്ടി കുട്ടി കുട്ടി, നീ അതിനൊപ്പം മഴ നനഞ്ഞിരിക്കണേ? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്താണ്, ആരുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല. അച്ഛനും അമ്മയൊക്കെ പ്രശ്നമായി. എന്റെ അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുകയാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും അറിയാത്ത സിറ്റിയാണിത്. ഞാനെന്ത് കേട്ടാ? എന്നാ നീ ഒരു കാര്യം ചെയ്ത കുട്ടി. അല്ല, നിന്റെ പേരെന്താ? ഷിൻചാന്. നീ ഒരു കാര്യം ചെയ്തു, എന്റെ അനിയനായിട്ട് കുടിക്കോ. എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. ആ അനിയനായിട്ട് കുടിക്കോ. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയ അത്ര കാര്യം. എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെക്കാട്ടിലൊക്കെ റിച്ചോ. എന്റെ പേരോ? എന്റെ പേര് ശ്രീനന്ദു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദ് എന്നാണ്. അല്ല, നീ എന്തിനാ ഇപ്പൊ? നീ എവിടെയാ ശരിക്കും? ജപ്പാനിലോ? കൊറിയ ഇവിടുന്ന് കുറെ ദൂരം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ. ഓഹോ, എന്നാ നീ ഈ വഴി വാ. ഓക്കെ. എടാ ഫിലിപ്സണിയാ? എന്താ ചേട്ടാ? അല്ല, ഇതാ ഈ കൊച്ചുകുട്ടി. ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയൊരു അനിയന്. അപ്പൊ ഞാനോ, നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി.
വർഷങ്ങൾക്ക് ശേഷം. എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ. എടാ ഷിൻചാനെ നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു. അപ്പൊ ഷിൻചാന് മോനെ നിന്നെ ഞാന് എന്താ ചെയ്യാൻ പോവാ. ശരിക്കും ഇന്നലെ 4 അല്ലേ, പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ. ഓക്കെ അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പോൾ അധികം ഭയങ്കര നേരം കഴിഞ്ഞിട്ട് അല്ല നേരെ പോവാ. ലെറ്റ്സ് ഗോ. സ്കൂള് പറ്റിയിട്ടാ. അയ്യോ എനിക്ക് വെയ്യേ. ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടം പാടില്ലല്ലോ. ഇവിടെ ആരുണ്ടല്ലോ. ആ ശരിയാണല്ലോ, ഇവിടെ കൊച്ചുകുട്ടി. ഇവിടെ കൊച്ചുകുട്ടിയെ മോനെ മോനെ എവിടേക്കോ ഞങ്ങളും അങ്ങോട്ടാണല്ലോ. അപ്പൊ മോനെ ഞങ്ങളൊപ്പം കേറിക്കോ. ഒരുപാട് ഇവനെ ചേർക്കാൻ പോകുന്നിങ്ങനെ. ഇവനെ ചേർക്കാൻ പോണു. അല്ല നിന്റെ പേരെന്ത് ചെക്ക? പിന്നൊക്കെ വേണ്ട. ഇവിടെയാണല്ലോ സ്ഥലത്ത് എന്ന് ഷിൻചാനും ഡോറേമോനൊക്കെ അങ്ങോട്ട് പോയിക്കോ. ഒരുപാട് നന്ദി കേട്ടോ. ഒരു വിധത്തിൽ ആ കൊച്ചു കുട്ടികൾ വിട്ടുപോയി എന്ന് കേട്ടേനാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റായി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയി നമ്മൾ TV കാണാം. കുട്ടിമക്കൂട്ട് നിനക്ക് പാട്ടൊക്കെ കിട്ടി. അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ശരിയാണ് ജാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എണീച്ചില്ല. അപ്പൊ ജാക്ക് പഠിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ഒറിജിനലായിട്ട് ഇപ്പോൾ ഉറങ്ങണു. എന്ത് കഷ്ടാണ്. ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്. ഞാനിപ്പോ എനിക്കിപ്പോ
40 വയസ്സായി ഷിജാൻ. നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യം? നിനക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞ പോലെ വിളിക്കണ്. ഞാൻ പ്രായമാ പോവാണ് ഷിജാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിജാൻ. ഇങ്ങനെ എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനെ പറയുമ്പോഴുണ്ടോ ജാക്കുമുത്തശ്ശിന്റെ അപ്പൂപ്പൻ? അല്ലോ, ഞാനിപ്പോ നിങ്ങള് രണ്ടാലും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലയില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിൻ്റെ 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം എന്റെ കേക്കണ്ണ മരിച്ചിട്ടപ്പോ 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ എനിക്കാണെങ്കിലോ 41 വയസ്സായി. ഇത് വേറെയായിട്ട് എന്താണെന്നറിയില്ല. അപ്പൊ ഇനി ഇതേപോലത്തെ വീഡിയോ കാണാമല്ലോ. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യയുടെ ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാന് ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജാക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, കോളേജ് കഴിയുമ്പോഴാണ്, 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പോൾ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് വീഡിയോ ചെയ്യണ്ട. അപ്പം അധികം ഭയങ്കര നേരെ ഗെയിമിലോട്ടാ. ഹലോ ഗൈസ്, അല്ല നമ്മളിപ്പോ എവിടെ? അല്ല നീ ആരോ? എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞു ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. എന്താ ചേട്ടാ, നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗൈസ്. എന്തായാലും പറഞ്ഞാലും പറ്റൂല അവനോടൊന്നും. ഓ, ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. ഇല്ല, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മൾ കോളേജിൽ പോയി ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗൈസ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ള മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. അവിടെ
കുട്ടി കുട്ടി അല്ല നിങ്ങളാരാ എന്തിനാ എടാ കുട്ടി നീ അതിനൊപ്പം മഴ നനഞ്ഞേക്കണേ അയ്യോ ചേട്ടാ എനിക്ക് ഇപ്പോ എന്താണ് ആരുമില്ല അച്ഛനുമില്ല അമ്മയുമില്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ പ്രശ്നമായി എൻ്റെ അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുകയാണ് അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും അറിയാത്ത സിറ്റിയാണിത് ഞാനെന്ത് കേട്ടാലോ എന്നാ നീ ഒരു കാര്യം ചെയ്തു കുട്ടി അല്ല നിന്റെ പേരെന്താ ഷിൻചാന് നീ ഒരു കാര്യം ചെയ്തു എന്റെ അനിയനായിട്ട് കൂടിക്കോ എനിക്കൊരു അനിയനും കൂടി ഉണ്ട് ആ അനിയനായിട്ട് കൂടിക്കോ ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയാൽ അത്ര കാര്യം എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെക്കാട്ടിലൊക്കെ വിളിച്ചോ അല്ല ചേട്ടന്റെ പേരെന്താ എന്റെ പേരോ എന്റെ പേര് ശ്രീ അല്ല ശ്രീനന്ദു എന്നാണ് എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദ് എന്നാണ് അല്ല നീ എന്തിനാ ഇപ്പൊ നീ എവിടെ ശരിക്കും ജപ്പാനിലോ കൊറിയയില് കൊറിയ ഇവിടുന്ന് കുറെ ദൂരം ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാ ഓഹോ എന്നാ നീ ഈ വഴി വാ ഓക്കേ എടാ ഫിലിപ്സണിയാ എന്താ ചേട്ടാ അല്ല ഇതാരീ കൊച്ചുകുട്ടി ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയ അനിയന് അപ്പൊ ഞാനോ നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി അല്ല മോന്റെ പേരെന്താ എന്റെ പേര് ഫിലിപ്സ് നീ എന്നാ ഇവിടെ കൂടിക്കോ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അനുവാദം തന്നേക്ക് ഓ എന്ത് അനുവാദം കേട്ടനാണ് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ എടാ ഷിൻചാനെ നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു അപ്പൊ ഷിൻചാന് മോനെ നിന്നെ ഞാന് ചെയ്യാൻ പോവാ ശരിക്കും ഇന്നലെ 4 അല്ലേ പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ ഓക്കെ അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ് അപ്പൊ അധികം ഭയങ്കര നേരെ കഴിഞ്ഞിട്ട് അല്ല നേരെ പോവാ ലെറ്റ്സ് ഗോ സ്കൂള് ഇവിടെ അയ്യോ എനിക്ക് വെയ്യേ ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടപ്പ ആരുമില്ലല്ലോ ഇവിടെ ആരുണ്ടല്ലോ ആ ശരിയാണല്ലോ ഇവിടെ ഒരു കൊച്ചുകുട്ടി ഇവിടെ കൊച്ചുകുട്ടിയെ മോനെ മോനെ എവിടേക്കോ ഞങ്ങളും അങ്ങോട്ടാണല്ലോ അപ്പൊ മോനെ ഞങ്ങളൊപ്പം കേറിക്കോ ഒരുപാട് ഇവനെ ചേർക്കാൻ പോന്നിങ്ങനെ ഇവനെ ചേർക്കാൻ പോണു അല്ല നിന്റെ പേരെന്ത് ചെക്ക അല്ല പിന്നെ വേണ്ട ഈ വണ്ടി ഓടിക്കുന്ന ഫിലിപ്സ് അല്ല വണ്ടി ഓടിക്കുന്ന ജാക്ക് പിന്നെ അതിന്റെ പുറകിലിരിക്കുന്ന ഫിലിപ്സ് അല്ല നിന്റെ പേരോ നല്ല പേര് അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയല്ലോ അല്ല ഇവിടെയാണല്ലോ സ്ഥലത്ത് എന്നാ ഷിൻചാനും ഡോറേമോനൊക്കെ അല്ലേ അങ്ങോട്ട് പോയിക്കോ ഒരുപാട് നന്ദി കേട്ടോ ഒരു വിധത്തിൽ ആ കൊച്ചു കുട്ടികൾ വിട്ടുപോയി എന്ന് കേട്ടേനാണ്
പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റ് ആയി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയാൽ നമ്മൾ TV കാണാം. കുട്ടിമാർക്കോട്ട് അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ശരിയാണ് ജാക്കിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എണീച്ചില്ല. അപ്പൊ ജാക്ക് പഠിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ആയിട്ട് ഇപ്പോൾ ഉറങ്ങണു. എന്ത് കഷ്ടാണ്. ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്. ഞാനിപ്പോ എനിക്കിപ്പോ 40 വയസ്സായി ഷിൻചാൻ. നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യം? നിനക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞ പോലെ വിളിക്കണ. ഞാൻ പ്രായമാകുമ്പോ പോവാണ് ഷിൻചാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിൻചാൻ. ഇങ്ങനെ എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനത്തെ പറയുമ്പോഴുണ്ടോ ജാക്കുമുത്തശ്ശിന്റെ അപ്പൂപ്പൻ? അല്ലോ, ഞാനിപ്പോ നിങ്ങള് രണ്ടാളും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലയില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിൻ്റെ ഇടയിൽ 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം. എന്റെ കേക്കണ്ണ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ എനിക്കാണെങ്കിലോ 41 വയസ്സായി. ഇത് വേറെ ആയിട്ട് എന്താണെന്നറിയില്ല. അപ്പൊ ഇനി ഇതേപോലത്തെ വീഡിയോ കാണാമല്ലോ. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യയുടെ ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാന് ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജാക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, കോളേജ് കഴിയുമ്പോഴാണ്, എനിക്ക് 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പോൾ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് വീഡിയോ ചെയ്യണ്ട. അപ്പം അധികം ഭയങ്കര വേറെ ഇല്ലോട്ടാ. ഹലോ ഗൈസ്, അല്ല നമ്മളിപ്പോ ഏത് സിറ്റിയാ? നമുക്കൊന്ന് പറ്റണില്ല അറിയാം.
അല്ല നീ ആരാ? ഞാൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞു ഗേൾസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. അടിയ എന്താണ് ചേട്ടാ? നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗേൾസ്. എന്തായാലും പറഞ്ഞാലും പറ്റൂല അവനോടൊന്നും. ഓ ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മുടെ കോളേജിൽ പോയി ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗൈസ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ളൂ മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. അവിടെ കുട്ടി 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 നീ അതിനൊപ്പം മഴ നനഞ്ഞിരിക്കണ? ചേട്ടാ എനിക്ക് ഇപ്പൊ എന്താണ് ആരുമില്ല. അച്ഛനും അമ്മയും അച്ഛനും അമ്മയൊക്കെ പ്രശ്നമായി. എന്റെ അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാത്ത സിറ്റിയാണിത്. ഞാനെന്ത് കേട്ടാലോ? എന്നാ നീ ഒരു കാര്യം ചെയ്ത കുട്ടി. അല്ല നിന്റെ പേരെന്താ? ഷിൻചാന്. നീ ഒരു കാര്യം ചെയ്തു. എന്റെ അനിയനായിട്ട് കൂടിക്കോ. എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. ആ അനിയനായിട്ട് കൂടിക്കോ. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയാൽ അത്ര വിളിച്ച. എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെക്കാട്ടിലൊക്കെ വിളിച്ചോ. എന്റെ പേരോ? എന്റെ പേര് ശ്രീ അല്ല ശ്രീനന്ദു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദ് എന്നാണ്. അല്ല നീ എന്തിനാ ഇപ്പൊ? നീ എവിടെ ശരിക്കും? ജപ്പാനിലോ? കൊറിയയില്. കൊറിയ ഇവിടുന്ന് കുറെ ദൂരം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ. ഓഹോ, എന്നാ നീ ഈ വഴി വാ. എടാ ഫിലിപ്സാനിയാ? എന്താ ചേട്ടാ? അല്ല ഇതാരീ കൊച്ചുകുട്ടി? ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയൊരു അനിയന്. അപ്പൊ ഞാനോ? നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി. അല്ല മോന്റെ പേരെന്താ? എന്റെ പേര് ഫിലിപ്സ്. നീ എന്നാ ഇവിടെ കൂടിക്കോ. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് അനുവാദം തന്നേക്ക്. ഓ എന്ത് അനുവാദം? കേട്ടനാണ്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ. എടാ ഷിൻചാനെ, നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു. അപ്പൊ ഷിൻചാന് മോനെ, നിന്നെ ഞാന് ചെയ്യാൻ പോവാ. ശരിക്കും ഇന്നലെ 4 അല്ലേ? പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ. ഓക്കെ? അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പൊ അധികം ഭയങ്കര നേരെ കഴിഞ്ഞിട്ട് അല്ല നേരെ പോവാ. ലെറ്റ്സ് ഗോ. സ്കൂള് ഇവിടെ അയ്യോ എനിക്ക് വെയ്യേ. ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടപ്പ ആരുമില്ലല്ലോ. ഇവിടെ ആരുണ്ടല്ലോ. ശരിയാണല്ലോ, ഇവിടെ കൊച്ചുകുട്ടി. ഇവിടെ കൊച്ചുകുട്ടിയെ
പോണ്. അല്ല നിന്റെ പേരെന്ത് ചെക്ക? അല്ല പിന്നെ വേണ്ട. ഈ വണ്ടി ഓടിക്കുന്ന ഫിലിപ്സ് അല്ല, വണ്ടി ഓടിക്കുന്ന ജാക്ക്, പിന്നെ അതിന്റെ പുറകിലിരിക്കുന്ന ഫിലിപ്സ്. അല്ല നിന്റെ പേരോ? നല്ല പേര്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? അല്ല ഇവിടെയാണല്ലോ സ്ഥലത്ത്. എന്നാ ഷിൻചാനും ഡോറേമോനൊക്കെ അങ്ങോട്ട് പോയിക്കോ. ഒരുപാട് നന്ദിട്ടോ. ഒരു വിധത്തിൽ ആ കൊച്ചു കുട്ടികൾ വിട്ടുപോയി ഇത് കേട്ടേനാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റ് ആയി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഓക്കെ, നമുക്ക് പോയാൽ നമ്മൾ TV കാണാം. കുട്ടുമക്കൂട്ട് നിനക്ക് പാട്ടൊക്കെ കിട്ടി. അടിപൊളി പാട്ടൊക്കെ കിട്ടിയതാ. അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ശരിയാണ് ജാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എണീച്ചില്ല. അപ്പൊ ജാക്ക് പഠിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ഒറിജിനലായിട്ട് ഇപ്പോൾ ഉറങ്ങണു. എന്ത് കഷ്ടാണ് ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്. ഞാനിപ്പോ എനിക്കിപ്പോ 40 വയസ്സായി ഷിൻചാൻ. നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യം? നിനക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞ പോലെ വിളിക്കണേ. ഞാൻ പ്രായമാവാൻ പോവാണ് ഷിൻചാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിൻചാൻ. ഇങ്ങനെ എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനെ പറയുമ്പോഴുണ്ടോ ജാക്ക് മുത്തശ്ശിന്റെ അപ്പൂപ്പൻ. അല്ലോ, ഞാനിപ്പോ നിങ്ങള് രണ്ടാളും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലയില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിൻ്റെ ഇടയിൽ 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം. എന്റെ ജേക്കണ്ണ മരിച്ചിട്ടപ്പോ 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ എനിക്കാണെങ്കിലോ 41 വയസ്സായി. ഇത് വേറെ എന്താണെന്നറിയില്ല. അപ്പൊ ഇതേപോലത്തെ വീഡിയോ
ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യയുടെ ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാനെ ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജയക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, അല്ല കോളേജിലല്ലേ, കോളേജ് കഴിയുമ്പോഴാണ്, എനിക്ക് 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പോൾ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് വീഡിയോ ചെയ്യണ്ട. അപ്പം അധികം ഭയങ്കര നേരെ ഇല്ലോട്ടാ. ഹലോ ഗൈസ്, അല്ല നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ വന്നു ഗൈസ്. ഇതേതാണ് സിറ്റി? ഇത് ഏത് സിറ്റിയാ? നമുക്കൊന്ന് പറ്റണില്ല ഗൈസ് അറിയാൻ. ഞാൻ എങ്ങോട്ടപ്പോൾ വന്നിരിക്കണേ? അല്ല നീ ഓരോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞ് ഗേൾസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. എന്താ നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗൈസ്. എന്തായാലും പറഞ്ഞാലും പറ്റൂല അവനോടൊന്നും. ഓ ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മുടെ കോളേജിൽ പോയി ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗൈസ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ള മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. അവിടെ കുട്ടി കുട്ടി നീ അതിലൊപ്പം മഴ നനഞ്ഞിരിക്കണേ? അയ്യോ ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്താണ് ആരുമില്ല, അച്ഛനുമില്ല അമ്മയുമില്ല. അച്ഛനും അമ്മയൊക്കെ പ്രശ്നമായി. അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുകയാണ്. അപ്പൊ ഇത് അച്ഛനും അമ്മയ്ക്ക് അറിയാത്ത സിറ്റിയാണിത്. ഞാനിത് കേട്ടാലോ? എന്നാ നീ ഒരു കാര്യം ചെയ്ത കുട്ടി. അല്ല നിന്റെ പേരെന്താ? ഷിൻചാന്. നീ ഒരു കാര്യം ചെയ്തു, എന്റെ അനിയനായിട്ട് കുടിക്കോ. എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. ആ അനിയനായിട്ട് കുടിക്കോ. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയ അത്ര കുടിച്ചാ. എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെക്കാട്ടിലൊക്കെ റിച്ചോ. അല്ല ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് ശ്രീനന്ദു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദു എന്നാണ്. അല്ല നീ എന്തിനാ ഇപ്പൊ? നീ എവിടെ ശരിക്കും? ജപ്പാനിലോ? കൊറിയ ഇവിടുന്ന് കുറെ ദൂരം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ. ഓഹോ, എന്നാ നീ ഈ വഴി വാ. എടാ ഫിലിപ്സാനിയാ? എന്താ ചേട്ടാ? അല്ല ഇതാ നീ കൊച്ചുകുട്ടി. ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയ അനിയന്. അപ്പൊ ഞാനോ നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി. അല്ല മോന്റെ
കേട്ടനാണ്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ. എടാ ഷിൻചാനെ നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു. അപ്പൊ ഷിൻചാന് മോനെ നിന്നെ ഞാന് എന്താ ചെയ്യാൻ പോവാ. ശരിക്കും ഇന്നലെ 4 അല്ലേ, പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ. ഓക്കെ അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പോ അധികം അല്ല പോവാ. ലെറ്റ്സ് ഗോ. സ്കൂള് അയ്യോ എനിക്ക് വെയ്യേ. ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടം പാടില്ലല്ലോ. ഇവിടെ ആരുണ്ടല്ലോ. ആ ശരിയാണല്ലോ, ഇവിടെ ഒരു കൊച്ചുകുട്ടി. ഇവിടെ കൊച്ചുകുട്ടിയെ മോനെ മോനെ എവിടേക്കോ ഞങ്ങളും അങ്ങോട്ടാണല്ലോ. അപ്പൊ മോനെ ഞങ്ങളൊപ്പം കേറിക്കോ. ഒരുപാട് ഇവനെ ചേർക്കാൻ ഇവനെ ചേർക്കാൻ പോണ്. അല്ല നിന്റെ പേരെന്ത് ചെക്ക? അല്ല പിന്നെ വേണ്ട ഇവിടെയാണല്ലോ സ്ഥലത്ത് എന്ന് ഷിൻചാനും ഡോറേമോനൊക്കെ അങ്ങോട്ട് പോയിക്കോ. ഒരുപാട് നന്ദി കേട്ടോ. ഒരു വിധത്തിൽ ആ കൊച്ചു കുട്ടികൾ വിട്ടുപോയി എന്ന് കേട്ടേനാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റായി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയാൽ നമ്മൾ TV കാണാം. കുട്ടിമാർക്കോട്ട് നിനക്ക് പാട്ടൊക്കെ കിട്ടി. അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ശരിയാണ് ജാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എടി ശരിയാ. അപ്പൊ ജാക്ക് മരിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ഒറിജിനലായിട്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങണു. എന്ത് കഷ്ടാണ്. ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്.
ഷിജാൻ. നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യം? നിനക്കിപ്പോ 18 വയസ്സ് കഴിയാൻ പോവാനേ. വിളിക്കണേ ഞാൻ പ്രായമാ പോവാണ് ഷിജാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിജാൻ ഇങ്ങനെ. എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനെ പറയുമ്പോഴുണ്ടോ ജാക്കുമുത്തശ്ശിന്റെ അപ്പൂപ്പൻ. അല്ലോ ഞാനിപ്പോ നിങ്ങള് രണ്ടാളും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലായില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിനിടയില് 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം എന്റെ കേക്കണ്ണ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യയുടെ ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാന് ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജാക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, കോളേജിലല്ലേ, കോളേജ് കഴിയുമ്പോഴാണ്, 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പോൾ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് നമ്മൾ വീഡിയോ ചെയ്യണ്ട. അപ്പം അധികം ഭയങ്കര വേറെ ഗെയിമിലോട്ടാ. ഹലോ ഗൈസ്, അല്ല നമ്മളിപ്പോ എവിടെ മഴ പെയ്തു. നമ്മളിപ്പോ ഏതൊരു സിറ്റിയിൽ വന്നു ഗൈസ്. ഇതേതാണ് സിറ്റി? ഇത് ഏത് സിറ്റിയാണോ നമുക്കൊന്ന് പറ്റണില്ല ഗൈസ് അറിയാൻ. ഞാൻ എങ്ങോട്ടപ്പോ വന്നിരിക്കണേ? അയ്യോ സങ്കടം വരുന്നുണ്ട്. ആരാണ്? എന്റെ ഫാമിലിയുടെ ജസ്റ്റ് ഒന്ന് പോയിക്കാം. അപ്പൊ ഈ സിറ്റിക്ക് എന്നെ പറഞ്ഞേച്ചു. പക്ഷെ ആണെങ്കിൽ ഈ സിറ്റിയിൽ എന്നെ നോക്കുന്ന ആളാണെങ്കിലോ മരിച്ചു പോയി. അപ്പൊ എന്റെ അവിടുത്തെ ആൾക്കാരൊക്കെ അയാളെന്നെ ആകെ കൊണ്ട് കൂട്ടുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മള് വന്നു. ഇവിടെ കുറ്റി ചെറുക്കും തീയന്തപ്പം വീണ് വരണു. അത് പിന്നെ എന്തോടാ? അല്ല നീ ആരോ? ഞാൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞു ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. എന്താണ് ചേട്ടാ? നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗൈസ്. എന്തായാലും പറഞ്ഞാലും പറ്റൂല അവനോടൊന്നും. ഓ ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. ഇല്ല, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗൈസ്. നമ്മുടെ കോളേജിൽ പോയി ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗൈസ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ള മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. കുട്ടി കുട്ടി
എന്നാ നീ ഒരു കാര്യം ചെയ്തു കുട്ടി. അല്ല നിന്റെ പേരെന്താ? ഷിൻചാന്. നീ ഒരു കാര്യം ചെയ്തു, എന്റെ അനിയനായിട്ട് കൂടിക്കോ. എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. ആ അനിയനായിട്ട് കൂടിക്കോ. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയാൽ അത്ര വിളിച്ചാ. എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെ കണ്ടൊക്കെ വിളിച്ചോ. എന്റെ പേരോ? എന്റെ പേര് ശ്രീനന്ദു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദു എന്നാണ്. അല്ല നീ എന്തിനാ ഇപ്പൊ? നീ എവിടെ ശരിക്കും? ജപ്പാനിലോ? കൊറിയ ഇവിടുന്ന് കുറെ ദൂരം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ. ഓഹോ, എന്നാ നീ ഈ വഴി വാ. എടോ ഫിലിപ്സണിയാ? എന്താ ചേട്ടാ? അല്ല ഇതാരീ കൊച്ചുകുട്ടി. ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയൊരു അനിയന്. അപ്പൊ ഞാനോ നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി. അല്ല മോന്റെ പേരെന്താ? എന്റെ പേര് ഫിലിപ്സ്. നീ എന്നാ ഇവിടെ കൂടിക്കോ. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് അനുവാദം തന്നേക്ക്. ഓ എന്ത് അനുവാദം കേട്ടനാണ്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ. എടാ ഷിൻചാനെ, നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു. അപ്പൊ ഷിൻചാന് മോനെ, നിന്നെ ഞാന് ചെയ്യാൻ പോവാ. ശരിക്കും ഇന്നലെ 4 അല്ലേ? പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ. ഓക്കെ? അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പൊ അധികം ഭയങ്കര നേരെ കഴിഞ്ഞിട്ട് അല്ല നേരെ പോവാ. ലെറ്റ്സ് ഗോ. സ്കൂള് പറ്റിട്ടാ. അയ്യോ എനിക്ക് വെയ്യേ. ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടം ആരുമില്ലല്ലോ. ഇവിടെ ആരുണ്ടല്ലോ. ആ ശരിയാണല്ലോ, ഇവിടെ ഒരു കൊച്ചുകുട്ടി. ഇവിടെ കൊച്ചുകുട്ടിയെ മോനെ മോനെ എവിടേക്കോ? ഞങ്ങളും അങ്ങോട്ടാണല്ലോ. അപ്പൊ മോനെ ഞങ്ങളൊപ്പം കേറിക്കോ. ഒരുപാട് ഇവനെ ചേർക്കാൻ വന്നിങ്ങനെ. ആ ഇവനെ ചേർക്കാൻ പോണു. അല്ല നിന്റെ പേരെന്ത് ചെക്ക? അല്ല പിന്നെ വേണ്ട. ഈ വണ്ടി ഓടിക്കുന്ന ഫിലിപ്സ് അല്ല, വണ്ടി ഓടിക്കുന്ന ജാക്ക്, പിന്നെ അതിന്റെ പുറകിലിരിക്കുന്ന ഫിലിപ്സ്. അല്ല നിന്റെ പേരോ? നല്ല പേര്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയല്ലോ. അല്ല ഇവിടെയാണല്ലോ സ്ഥലത്ത്. എന്നാ ഷിൻചാനും ഡോറേമോനൊക്കെ അല്ലേ? അങ്ങോട്ട് പോയിക്കോ. ഒരുപാട് നന്ദിട്ടോ. ഒരു വിധത്തിൽ ആ കൊച്ചുകുട്ടികൾ വിട്ടുപോയി എന്ന് കേട്ടേനാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റ് ആയി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയാൽ നമ്മൾ TV കാണാം.
ആയിക്കോട്ടെ. എടാ നിനക്ക് എപ്പഴാ ഈ പാട്ടൊക്കെ കിട്ടി? ഒരു അടിപൊളി പാട്ട് കിട്ടിയതാടാ. അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം എടാ ഷിൻചാൻ മോനെ എത്തി. ഓ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ഓ ശരിയാണ് ജാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എണീച്ചില്ല. അപ്പൊ ജാക്ക് മരിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ഒറിജിനലായിട്ട് ഇപ്പോൾ ഉറങ്ങണു. എന്ത് കഷ്ടാണ്. ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്. ഞാനിപ്പോ എനിക്കിപ്പോ 40 വയസ്സായി ഷിൻചാൻ. നീ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യം? നിനക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞ പോലെ വിളിക്കണ. ഞാൻ പ്രായമാകുമ്പോ പോവാണ് ഷിൻചാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിൻചാൻ. ഇങ്ങനെ എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനത്തെ പറയുമ്പോഴുണ്ടോ ജാക്കുമുത്തശ്ശിന്റെ അപ്പൂപ്പൻ? അല്ലോ ഞാനിപ്പോ നിങ്ങള് രണ്ടാലും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലയില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിൻ്റെ ഇടയിൽ 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം. എന്റെ കേക്കണ്ണ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഫിലിം കണ്ടതാണെങ്കിലോ എന്ത് കണ്ടാലും എനിക്കാണെങ്കിലോ 41 വയസ്സായി. ഇത് വേറെ ആയിട്ട് എന്താണെന്നറിയില്ല. അപ്പൊ ഇനി ഇതേപോലത്തെ വീഡിയോ കാണാമല്ലോ. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീണ്ടും പതിക്കുകയാണ് ഇന്ത്യ ടെസ്റ്റ് ആട്ടോൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോകമാവും. കാരണം ഈ വീഡിയോയിൽ എങ്ങനെ അറിയോ, ഷിൻചാന് ജനിച്ചിട്ട് ഷിൻചാൻ എന്തൊക്കെ ഉണ്ടായി, ജാക്ക് എങ്ങനെ ഷിൻചാനെ പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കോളേജിലെത്തുമ്പോഴാണ്, കോളേജിലല്ലേ, കോളേജ് കഴിയുമ്പോഴാണ്, എനിക്ക് 18 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഷിൻചാനെ കണ്ടത്. അപ്പോൾ നമ്മൾ അത് വേറെയുള്ള എന്താണ് അത് നമ്മൾ വീഡിയോ ചെയ്യണ്ട. അപ്പം അധികം ഭയങ്കര നേരെ ഇല്ലോട്ടാ. ഹലോ ഗൈസ്, അല്ല നമ്മളിപ്പോൾ എവിടെ
തീയത്തപ്പ വീട് വരണ്. അത് പിന്നെ എന്തോടാ? അല്ല നീ ആരാ? ഞാൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ നമുക്ക് കൊടിയില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും മഴ നനഞ്ഞു ഗേൾസ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തു പോവാം. നമ്മളിപ്പോ വെറുതെ നിൽക്കാണ്. എന്താ എന്താ ചേട്ടാ, നിനക്ക് സുഖമല്ലടാ? എനിക്ക് സുഖമൊക്കെയാണ്. ഇഷ്ടാണ് ഗേൾസ്. എന്തായാലും പറയാനും പറ്റൂല അവനോടൊന്നും. ഓ ഇപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റു. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാം ഗായ്സ്. നമ്മൾ കോളേജിൽ എടുത്ത് പോയിരുന്ന ബൈക്കൊന്നും എടുത്ത് പോണ്ട ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഈ കാറിപ്പോ ഒരു 2 മാസമായിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് ഗായ്സ്. അവിടുത്തെ പട്ടിയും ഒരു ആഴ്ചയായിട്ടുള്ളൂ മേടിച്ചിട്ട്. എന്ത് കാട്ടാനാണ് ഗൈസ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചാണെങ്കിലോ 1 മാസം മുമ്പേ. അത്യാവശ്യത്തിന് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതേത് കുട്ടി ഗൈസ്? ഇവിടെ കുട്ടി മഴ നനഞ്ഞ് നിൽക്കാണ് ഗൈസ്. കുട്ടി 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 നീ അതിനൊപ്പം മഴ നനഞ്ഞിരിക്കണേ. ചേട്ടാ എനിക്ക് ഇപ്പൊ എന്താണ് ആരുമില്ല. അച്ഛനും അമ്മയും അച്ഛനും അമ്മയൊക്കെ പ്രശ്നമായി. അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കാണ്. അപ്പൊ ഇത് അച്ഛനും അമ്മയും അറിയാത്ത സിറ്റിയാണിത്. ഞാനെന്ത് കേട്ടാ? എന്നാ നീ ഒരു കാര്യം ചെയ്ത കുട്ടി. അല്ല നിന്റെ പേരെന്താ? നീ ഒരു കാര്യം ചെയ്തു. എന്റെ അനിയനായിട്ട് കുടിക്കോ. എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. ആ അനിയനായിട്ട് കുടിക്കോ. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു ജീവിച്ചു പോകാൻ പറ്റിയ അത്ര കാര്യം. എന്തായാലും നിന്റെ അച്ഛനെയും അമ്മേനെക്കാട്ടിലൊക്കെ റിച്ചോ. എന്റെ പേരോ? എന്റെ പേര് ശ്രീ അല്ല ശ്രീനന്ദു എന്നാണ്. എന്റെ ഒറിജിനൽ പേര് ശ്രീനന്ദ് എന്നാണ്. അല്ല നീ എന്തിനാ ഇപ്പൊ? നീ എവിടെയാ ശരിക്കും? ജപ്പാനിലോ? കൊറിയയില്? കൊറിയ ഇവിടുന്ന് കുറെ ദൂരം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഈ സിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ. ഓഹോ, എന്നാ നീ ഈ വഴി വാ. എടാ ഫിലിപ്സണിയാ? എന്താ ചേട്ടാ? അല്ല ഇതാരീ കൊച്ചുകുട്ടി. ഈ കൊച്ചുകുട്ടി ഇവിടുത്തെ പുതിയൊരു അനിയന്. അപ്പൊ ഞാനോ നീ ഫസ്റ്റ് തന്നെ സെക്കൻഡ് തന്നെ ഈ കൊച്ചുകുട്ടി. അല്ല മോന്റെ പേരെന്താ? എന്റെ പേര് ഫിലിപ്സ്. നീ എന്നാ ഇവിടെ കൂടിക്കോ. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടാ നമുക്ക് രണ്ടൊക്കെ പുറത്തു പോവാ. എടാ ഷിൻചാനെ, നീ ഇപ്പൊ വന്നിട്ട് ഇന്ന് 1 വർഷം എടുക്കുന്നു. അപ്പൊ ഷിൻചാന് മോനെ, നിന്നെ ഞാന് എന്താ ചെയ്യാൻ പോവാ? ശരിക്കും ഇന്നലെ 4 അല്ലേ? പക്ഷേ ഇന്ന് നിനക്ക് 5 വയസ്സാവാൻ പോവാ. ഓക്കെ? അല്ല അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പോ അധികം ഭയങ്കര നേരം കഴിഞ്ഞിട്ട് അല്ല നേരെ പോവാ. ലെറ്റ്സ് ഗോ. സ്കൂള് ഓട്ടിട്ടാ. അയ്യോ എനിക്ക് വെയ്യേ. ഞാനിത് ഒറ്റയ്ക്ക് കൂടെ എന്റെ കൂട്ടപ്പാരില്ലല്ലോ. അല്ല ഇവിടെ ആരോ
മോന് എവിടേക്കോ GLP ഞങ്ങളും അങ്ങോട്ടാണല്ലോ. അപ്പൊ മോന് ഞങ്ങളൊപ്പം കേറിക്കോ. ഒരുപാട് ഇവനെ ചേർക്കാൻ വന്നിങ്ങനെ. ഇവനെ ചേർക്കാൻ പോണു. അല്ല നിന്റെ പേരെന്ത് ചെക്ക? പിന്നൊക്കെ വേണ്ട. പിന്നെ അതിന്റെ പുറകിലിരിക്കുന്ന ഫിലിക്സ്. അല്ല നിന്റെ പേരോ? നല്ല പേര്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയല്ലോ. അല്ല ഇവിടെയാണല്ലോ സ്ഥലത്ത് എന്ന് ഷിൻചാനുണ്ട് ഡോറേമോനൊക്കെ അങ്ങോട്ട് പോയിക്കോ. ഒരുപാട് നന്ദി കേട്ടോ. ഒരു വിധത്തിൽ ആ കൊച്ചു കുട്ടികൾ വിട്ടുപോയി എന്ന് കേട്ടേനാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നും കൂടി റിപ്പീറ്റ് ആയി കേൾക്കേണ്ടി വരും ഗൈസ്. വേണമെങ്കിൽ എങ്ങനെ ചെയ്യും, വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, നമ്മൾ എറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയി നമ്മൾ TV കാണാം. കുട്ടിമക്കൂട്ട് നിനക്ക് പാട്ടൊക്കെ കിട്ടി. അടിപൊളി പാട്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം ഉറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങിയോ? ശരിയാണ് ജാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയത്. ജാക്കിനെ വിളിക്കുമ്പോ നീ എണീച്ചില്ല. അപ്പൊ ജാക്ക് പഠിച്ചോന്നറിയില്ല. ഒന്ന് പോടാ. എന്തായാലും ഓക്കെ. എന്തായാലും ഓക്കെ. ഇനി ആയിട്ട് ഇപ്പോൾ ഉറങ്ങണു. എന്ത് കഷ്ടാണ്. ഇനി ഫ്യൂച്ചറിൽ എന്ന് വെച്ചാൽ ഷിൻചാൻ വലുതായിട്ട് അങ്ങനെയാണ് ഇനി അടുത്തത്. ഓക്കേ ഗൈസ്. ഞാനിപ്പോ എനിക്കിപ്പോ 40 വയസ്സായി ഷിൻചാൻ. നീ എന്തിനാ പിന്നെ എന്നോട് വിളിക്കണത്? നിനക്കിപ്പോ 18 വയസ്സ് കഴിയാൻ പോവല്ലേ? വിളിക്കണ ഞാൻ പ്രായമാകുമ്പോ പോവാണ് ഷിൻചാനെ. നീ എന്തിനപ്പോ എന്നെ വിളിച്ച്? എനിക്ക് വെയ്യട്ടോ ഷിൻചാനിങ്ങനെ. എന്താ കേക്കണ? എന്താ കേക്കേ? ഇങ്ങനത്തെ പറയുമ്പോഴുണ്ടോ ജാക്ക് മുത്തശ്ശിന്റെ അപ്പൂപ്പൻ. അല്ലോ ഞാനിപ്പോ നിങ്ങള് രണ്ടാലും കണ്ടിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി ചോദിച്ചാ? സോറി, 18 5 കുറച്ചാ മതി. 18 5 കുറുക്കിയേ. 18 5 കുറച്ചാൽ 17 16 15 13 കൊല്ലയില്ലേ? എന്ത് കഷ്ടം. നിനക്ക് അതിൻ്റെ 20 അത്രക്ക് വയസ്സായി. എന്ത് കാട്ടാനാണ്. ഇനി ഫ്യൂച്ചറിൽ ചെക്ക് മരിച്ചിട്ടുള്ള കാര്യം